ഹലോ ഗൈസ്, അങ്ങനെ ഗൈസ് വീണ്ടും ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. അപ്പം ഇന്ന് നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇങ്ങനെ കുറച്ച് ട്രെൻഡാണ് ഈ സാധനം. അപ്പം ഉമ്മച്ചാറിനെ നമുക്ക് അത് ഉണ്ടാക്കിയാലോ. ഓ മൈ ഗോഡ്, മഴ ആണോ ഇലവന്ന് വന്നു? ഇലവന്ന് വെള്ളം വന്നതാണ്. മഴക്കാലമായാലും എന്താണെന്നറിയില്ല. എല്ലാവർക്കും എന്നല്ല, എനിക്ക് കുറച്ച് വിശപ്പ് കൂടുതലാണ്. അല്ലേ തന്നെ വിശപ്പ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഗൈസ് എന്താ തിന്നാൽ നമുക്ക് തന്നെ അറിയില്ല. അപ്പോഴാണ് ഞാൻ ഉമ്മിനോട് പറഞ്ഞത്, ഉമ്മച്ചി നമുക്ക് ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കാമല്ലോ. ലോഡഡ് ഫ്രൈസ് വാങ്ങിയാലോ എന്ന്. അപ്പോൾ ഉമ്മച്ചി പറഞ്ഞു വേണ്ട, നമുക്ക് ഇവിടെ തന്നെ ഉണ്ടാക്കാമെന്ന്. അതിനാട്ടോ നമ്മൾ സാധനം വാങ്ങാൻ പോകുന്നത്. ഗൈസ് ബാദുക്കാക്ക് നല്ല ഉറക്കത്തിലാണ് ഗൈസ്. അതുകൊണ്ട് തന്നെ ബാദുക്കാക്ക് എണീച്ച് കഴിഞ്ഞാൽ ലോഡഡ് ഫ്രൈസ് അവൻ്റെ മുന്നിൽ കൊണ്ടുപോയി വെച്ചുകൊടുക്കണം ഗൈസ്. ഗൈസ് നമ്മൾ ആദ്യം തന്നെ വാങ്ങാൻ പോകുന്നത് ബോൺലെസ് ചിക്കനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ഷോപ്പ് എത്തിയിട്ടുണ്ട്, നമുക്ക് വാങ്ങാം. എനിക്ക് ചിക്കൻ്റെ ഷോപ്പിക്ക് തീരെ ഇഷ്ടമല്ല. അവിടെ എന്തൊക്കെയോ മണമാണ്. ചിക്കൻ എനിക്ക് തിന്നാൻ ഇഷ്ടം. പ്രധാന ഘട്ടമാണ് ഗൈസ് ഫ്രഞ്ച് ഫ്രൈസ്. നമ്മളിതാ ഫ്രഞ്ച് ഫ്രൈസൊക്കെ വാങ്ങിയിട്ട് പോവാണ്. ഗൈസ് നമ്മൾ വീട്ടിലെത്തി പാതുക്കാക്ക് ഇപ്പോഴും നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അങ്ങനെ ഗൈസ് നമ്മൾ ബോൺലെസ് ചിക്കൻ ഇതാ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കൈകി എടുത്തിട്ട് ഗൈസ് ഇതിലേക്ക് ഇനി കുറച്ച് സ്പൈസസ് ആഡ് ചെയ്യാം. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കേട്ടോ, എന്നാലും അറിയാത്തവരുണ്ടാവില്ലേ, അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. തെറ്റിപ്പോണു ഗൈസ്. കുറച്ച് മഞ്ഞൾപ്പൊടി ഗൈസ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഗൈസ് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഞാൻ മിക്സ് ചെയ്യില്ല, ഇതിൽ മുളകുള്ളതല്ലേ. ഉമ്മച്ചി മിക്സ് ചെയ്യും. ഉമ്മച്ചി ഇവിടെ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ, അല്ലേ ഉമ്മച്ചി? യെസ് ഗൈസ്, മിക്സ് ചെയ്തിട്ട് കാണാം. ഒരു 10 മിനിറ്റ് ഇത് ഇങ്ങനെ വെക്കാട്ടോ, ഒന്ന് മസാലയൊക്കെ ഒന്ന് സെറ്റ് ആവട്ടെ ഗൈസ്. അങ്ങനെ നേരത്തെ മസാല ചെയ്ത് വെച്ച് ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഫ്ലെയിം ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഫ്ലെയിം ഞാനേ ഇംഗ്ലീഷാണ്, ഓർക്കണം ഗൈസ്. ഉമ്മച്ചി ഇവിടെ ഇരുന്ന് എന്നെ കളിയാക്കുന്നു ഗൈസ്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ഗൈസ് നമ്മുടെ ബാദുക്കാക്ക് ഇവിടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മുടെ എണീച്ചിരിക്കുകയാണ്. എങ്ങനെ ഉണ്ട് നമ്മുടെ സർപ്രൈസ്? നമ്മൾ എന്താണ് ഉണ്ടാക്കാൻ പോണെന്ന്? എന്താണ് ഗൈസ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ലോഡഡ് ഫ്രൈസ്. ഓക്കെ, പോയി ഫ്രഷ് ആയിട്ട് വാ, ബൈ പറയൂ. പാന് ചൂടായതിനു ശേഷം നമുക്ക് ഓയിൽ ഒഴിച്ചെടുക്കാം. അതിനുശേഷം ചിക്കൻ ഇടാം. വറുത്ത് കോരണ്ട കേട്ടോ, ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ മാതിരി മതി ഗൈസ്. നമ്മുടെ ചിക്കൻ ഇടാ ഇവിടെ വറുക്കാൻ വെച്ചിട്ടുണ്ട്. നോ, ഷാലോ ഫ്രൈ ആവാൻ വെച്ചിട്ടുണ്ട് ഗൈസ്. കാണിച്ചു കൊടുക്കും. ലോഡഡ് ഫ്രൈസ് ആവാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോഴത്തേനും ഗൈസ് നമുക്ക് വൈകുന്നേരത്തെ ചായ കുടിക്കാം. നമ്മുടെ ചിക്കൻ ഇവിടെ സെറ്റായി വന്നിക്കണ് ഗൈസ്. ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ചട്ടി ചൂടായതിനു ശേഷം നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഗൈസ് നമ്മുടെ ഓയിൽ ഇവിടെ ചൂടായി വരുന്നുണ്ട്. ആ ഒരു ആകാംക്ഷയോടെ അത് തൊട്ട് നോക്കാനോ അതോ അതിൽ കൈയിട്ട് നോക്കാനോ ഒന്നും പോകരുത്, കൈ പൊള്ളി പോകും ഗൈസ്. ഗൈസ് ഒന്ന് പറയാൻ മറന്നു കേട്ടോ, നമ്മളിവിടെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ആട്ടോ വാങ്ങിയത് ഗൈസ്. ഏകദേശം നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് റെഡി ആയിട്ടോ, നമുക്കിനി കോരിയെടുക്കാം ഗൈസ്. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ, തിന്നാനൊക്കെ പൂതിയാവുന്നുണ്ട്. ഇനി ഇതിലേക്കുള്ള വൈറ്റ് സോസ് തയ്യാറാക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വരുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് ഒട്ടും കട്ട പിടിക്കാതെ വേണം കേട്ടോ ഇത് ചെയ്യാൻ. ഈ വൈറ്റ് സോസിന് പകരം ചിലവരൊക്കെ മയോണൈസ് ആട്ടോ ഉപയോഗിക്കുക, നമ്മളൊന്ന് അത് സ്കിപ്പാക്കി. ഇനി ഇതിലേക്ക് 300 ml പാൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇത് ചെയ്യാനേ. ഇനി ഇതിലേക്ക് മൊസറല്ല ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചീസ് ഏതായാലും കുഴപ്പമില്ല, നമ്മളിവിടെ മൊസറല്ല ചീസ് ഇട്ടു. നല്ല ക്രീമി ആയിട്ടുള്ള വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.
ഗൈസ് നല്ല ക്രീമി ആയിട്ടുള്ള വൈറ്റ് സോസ് ഇവിടെ തയ്യാറായി കണ്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഒറിഗാനോ, പിന്നെ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും, പിന്നെ 1 ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം കേട്ടോ. നീ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗൈസ് നമ്മുടെ സാധനമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അത് സെറ്റ് ചെയ്യാം. ഒരു ബൗൾ വെച്ചിട്ട് അതിലേക്ക് ആദ്യം തന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ക്രീമി ആയിട്ട് തയ്യാറാക്കിയ വൈറ്റ് സോസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. സെയിം പ്രോസസ്സ് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പൊളിച്ചെടുക്കുക. ഇനി ഗൈസ് വീണ്ടും ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഗൈസ് ഫൈനലി നമ്മുടെ സാധനം ഇവിടെ റെഡി ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് നമുക്ക് നമ്മളെ ലോഡർ ഫ്രൈസ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു ഇതിലും വരൂല, ഹെൽപ്പ് ചെയ്യില്ല, ഒന്നുമില്ല. കൂർക്ക വലിച്ചവിടെ കിടന്നുറങ്ങും. എന്നിട്ട് ലാസ്റ്റ് സാധനം റെഡി ആകുമ്പോൾ നമുക്ക് തിന്നാം. അപ്പോൾ ഉണ്ടാക്കിയ ആള് ഫസ്റ്റ് തിന്നു, അത്രേ ഉള്ളൂ. ഗൈസ് കഴിക്കാൻ പോവാണ്. എടാ മിക്സ് ചെയ്യട്ടെ. മിക്സ് ചെയ്യല്ലേ? ചെയ്തു ഗൈസ്. അങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ട്. എടുക്ക്. ഗൈസ് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. 100% ഗ്യാരണ്ടി. എല്ലാവരും ഉണ്ടാക്കി വെക്കാം, ഗ്യാരണ്ടി. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.